മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാടാ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻസ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ക്യുമീൻ? ഐസോപ്രോപ്പൈൽ ബെൻസീൻ ഉണ്ടാവുന്നതിലേക്ക് ലീഡ് ചെയ്യുന്ന റിയാക്ഷൻസ് ഇതിൽ ഏതാണ്? മക്കളെ ഇത് അൻഹൈഡ്രസ് AlCl3 ആയിട്ടാണ് എയറോടെ വോള് കൊടുത്തിട്ടുള്ള അൻഹൈഡ്രസ് AlCl3 ആണ്. ഇറ്റ് എ ലൂയിസ് ആസിഡ്. ഇതെല്ലാം ബെൻസീന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. ഒന്നാമത്തെ കേസിൽ ഐസോപ്രോപ്പൈൽ ക്ലോറൈഡ് ആണുള്ളത്. ഐസോപ്രോപ്പൈൽ ക്ലോറൈഡ് അൻഹൈഡ്രസ് AlCl3 ട്രീറ്റ് ചെയ്താൽ അൻഹൈഡ്രസ് AlCl3 ഇസ് എ ലൂയിസ് ആസിഡ്. അയാള് ഇതിൽ നിന്ന് Cl- വലിച്ചെടുക്കും. Cl- ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റർ. അപ്പൊ Cl- വലിച്ചെടുത്താല് ഇവിടെ ഉണ്ടാവുന്നത് ഐസോപ്രോപ്പൈൽ കാറ്റയോൺ ആയിരിക്കും. ഈ ഐസോപ്രോപ്പൈൽ കാറ്റയോൺ ബെൻസീൻ റിങ്ങിനെ അറ്റാക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ഐസോപ്രോപ്പൈൽ ബെൻസീൻ എന്ന് പറയുന്ന ക്യുമീൻ ആണ് ഫോം ചെയ്യുക റിയാക്ഷൻ 1. രണ്ടാമത്തതില് നോർമൽ പ്രൊപ്പൈൽ ക്ലോറൈഡ് ആണ്. അവിടെ നിന്നും അൻഹൈഡ്രസ് AlCl3 Cl- പൊക്കിയെടുത്താല് ആരുണ്ടാവുക എന്ന് ചോദിച്ചാൽ നോർമൽ പ്രൊപ്പൈൽ കാറ്റയോൺ ആണ്. ഇതാണ് ഫോം ചെയ്യുക. പക്ഷേ ഈ നോർമൽ പ്രൊപ്പൈൽ കാറ്റയോൺ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോപ്രോപ്പൈൽ കാറ്റയോൺ ആയിട്ട് റീഅറേഞ്ച് ചെയ്യും ത്രൂ 1,2 ഹൈഡ്രൈഡ് ഷിഫ്റ്റ്. സോ ദാ ഇവിടെ നിങ്ങട്ട് ഒരു ഹൈഡ്രൈഡ് ഷിഫ്റ്റ് നടന്നാൽ H- ഷിഫ്റ്റ് നടന്നാൽ അതൊരു സൈക്ലിക് ട്രാൻസിഷൻ സ്റ്റേജിലൂടെ പോയിട്ടാണ് ഹൈഡ്രൈഡ് ഷിഫ്റ്റ് നടക്കുക. എന്നിട്ട് അയാൾ കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള 6 ആൽഫ ഹൈഡ്രജനുള്ള ഐസോപ്രോപ്പൈൽ കാറ്റയോൺ ആയിട്ട് സ്വയം റീഅറേഞ്ച് ചെയ്യും. ഈ ഐസോപ്രോപ്പൈൽ കാറ്റയോൺ ആണ് ബെൻസീൻ റിങ്ങിനെ അറ്റാക്ക് ചെയ്യുക. അപ്പോ രണ്ടാമത്തെ കേസിലും ഐസോപ്രോപ്പൈൽ ബെൻസീൻ തന്നെയാണ് പ്രൊഡക്റ്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആൻസർ ഓൾ ഓഫ് ദീസ് ആണ് വരിക. ആൻഡ് മൂന്നാമത്തെ കേസിൽ നിങ്ങൾക്കൊന്ന് നോക്കാം. മൂന്നാമത്തെ കേസിൽ പ്രൊപ്പീനിലേക്ക് H+ ആഡ് ചെയ്യാണ്. അപ്പൊ എന്താ H+ന്റെ പ്രസൻസ്, H+ പ്രൊപ്പീനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്കറിയാം ആദ്യ സ്റ്റെപ്പിൽ H+ പോയിട്ട് പ്രൊപ്പീനെ അറ്റാക്ക് ചെയ്യുമ്പോൾ എങ്ങനെ കാർബോകാറ്റയോൺ ഫോം ചെയ്യുക? പുറത്ത് പ്ലസ് വരുന്നതാണോ ഉള്ളിൽ പ്ലസ് വരുന്നതാണോ മോർ സ്റ്റേബിൾ? ഉള്ളിൽ പ്ലസ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ബോണ്ട് പുറത്തേക്ക് ഷിഫ്റ്റ് ആവും. ഈ പുറത്ത് മൈനസും ഉള്ളിൽ പ്ലസും വരും. മൈനസ് ഉള്ളിടത്തിൽ H+ അറ്റാക്ക് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ അവൈലബിൾ ആവുന്ന കാറ്റയോൺ ഐസോപ്രോപ്പൈൽ കാറ്റയോൺ ആണ്. അയാൾ ബെൻസീൻ റിങ്ങിനെ അറ്റാക്ക് ചെയ്യും. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ടു ഗിവ് ക്യുമീൻ. ഓക്കെ.